ഏറ്റവും കൂടുതൽ വിദേശ പാർലമെന്റുകളിൽ ഭാരതത്തിന്റെ ശബ്ദം സന്ദേശം പകർന്ന പ്രധാനമന്ത്രി എന്ന നിലയിൽ ചരിത്രം കുറിച്ച് നരേന്ദ്രമോദി. ഇതിനകം 14 വിദേശ രാജ്യങ്ങളുടെ പ്രത്യേക പാർലമെന്റ് സമ്മേളനങ്ങളെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ കരീബിയൻ രാജ്യങ്ങളിലെ സന്ദർശനത്തിനിടെ ഗയാന പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിലും പ്രധാനമന്ത്രി പ്രസംഗിച്ചു. 7 വിദേശ പാർലമെന്റുകളിൽ പ്രസംഗിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് രണ്ടാമത്. ഇന്ദിരാഗാന്ധി 4 തവണയും ജവഹർലാൽ നെഹ്റു 3 തവണയും രാജീവ് ഗാന്ധിയും അടൽ ബിഹാരി വാജ്പേയിയും 2 തവണ വീതവും മൊറാർജി ദേശായി, PV നരസിംഹറാവു എന്നിവർ ഓരോ തവണ വീതവുമാണ് വിദേശ പാർലമെന്റുകളിൽ പ്രസംഗിച്ചത്. അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം മോദി പ്രസംഗിച്ചിട്ടുണ്ട്. 2016-ലും 2023-ലും US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ മോദി അഭിസംബോധന ചെയ്തു. 2014-ൽ ഓസ്ട്രേലിയ, ഫിജി പാർലമെന്റുകളിലും 2015-ൽ മൗറീഷ്യസിലും 2018-ൽ ഉഗാണ്ടയിലും 2014-ൽ നേപ്പാൾ, ഭൂട്ടാൻ എന്നിവിടങ്ങളിലും 2015-ൽ ശ്രീലങ്ക, മംഗോളിയ, അഫ്ഗാനിസ്ഥാൻ, 2019-ൽ മാലദ്വീപ് പാർലമെന്റുകളിലും അദ്ദേഹം പ്രസംഗിച്ചു. അതേസമയം തന്നെ ലോകത്തിലെ ഏറ്റവും അധികം രാജ്യങ്ങളുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരം നേടുന്ന പ്രധാനമന്ത്രിയുടെ നേട്ടവും നരേന്ദ്രമോദി സ്വന്തമാക്കി. പത്തൊൻപത് അന്താരാഷ്ട്ര പുരസ്കാരങ്ങളാണ് മോദി സ്വന്തമാക്കിയത്. ഗയാനയാണ് അവസാനമായി മോദിക്ക് പരമോന്നത സിവിലിയൻ പുരസ്കാരം നൽകിയത്. വിവിധ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നത് കണക്കിലെടുത്താണ് മോദിക്കുള്ള ആദരം. 2016-ൽ സൗദി സന്ദർശനത്തിനിടെ സൗദി അറേബ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി മോദിക്ക് ലഭിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാൻ, പലസ്തീൻ, ബഹ്റൈൻ, UAE, മാലദ്വീപ്, ഫിജി, പാപ്പുവ ന്യൂഗിനിയ, പലാവു, ഈജിപ്ത്, ഫ്രാൻസ്, ഭൂട്ടാൻ, റഷ്യ, നൈജീരിയ, ഡൊമിനിക്ക രാജ്യങ്ങളും പരമോന്നത സിവിലിയൻ പുരസ്കാരം നൽകി ആദരിച്ചു. പതിനാല് തവണയാണ് മോദി വിദേശ പാർലമെന്റുകളെ അഭിസംബോധന ചെയ്തത്. രാജ്യത്ത് ഇത്രയേറെ വിദേശ പാർലമെന്റുകളെ അഭിസംബോധന ചെയ്ത മറ്റൊരു പ്രധാനമന്ത്രിയില്ല. ആഗോളതലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനമാണ് ഇത് തെളിയിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.